ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ്. നമുക്ക് ബോണ്ട അഥവാ ഉണ്ടൻ പൊരി വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് പൊടി 1 കപ്പ്, മൈദ 4 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 2 നുള്ള്, പഴം ഒരെണ്ണം വലുത്. പാളയംകോടൻ പഴം അഥവാ ചെറുപഴമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതാണെങ്കിൽ 2 എണ്ണം മതി. ഇവിടെ കിട്ടുന്നത് ഈ ടൈപ്പ് പഴമായതുകൊണ്ട് ഞാൻ ഇതൊരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ശർക്കര 400 ഗ്രാം. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. വറുക്കാൻ ആവശ്യമായ ഓയിൽ. ആദ്യമായിട്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കര പാനി ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു 2 പ്രാവശ്യം അരിച്ച് ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. ഇനി നമുക്ക് പഴം അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് തണുത്ത ശേഷം വേണം ഒഴിക്കാനായിട്ട്. കുറച്ച് ഒഴിച്ചാൽ മതി, പഴം അരച്ചെടുക്കാൻ ആവശ്യമായത് മാത്രം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ പഴവും ശർക്കരയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ചേർക്കാം. ഈ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. നമ്മൾ അപ്പക്കാര എന്ന് പറയുന്നത്. അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 വലിയ നുള്ള് മാത്രം ചേർത്താൽ. ബേക്കിംഗ് സോഡ അധികമായാൽ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കും. ഉപ്പ് വളരെ കുറച്ച് മതി, അത് ഒരു 2 നുള്ള് മതിയാവും. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴവും ശർക്കരയും ചേർന്നിട്ടുള്ള മിക്സർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ബാലൻസ്, നമ്മൾ പഴം അരയ്ക്കാൻ എടുത്തതിൻ്റെ ബാലൻസ് ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ആക്കാം. ഒട്ടും കട്ടയില്ലാതെ ഇതിനെ കലക്കിയെടുക്കണം. ഇതുപോലെ കുറേശ്ശെ മാത്രം ഒഴിച്ച് മിക്സ് ആക്കി എടുക്കുക. കാരണം നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്താലേ ഉള്ളൂ ഒട്ടും കട്ടയില്ലാതെ നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം ബാറ്റർ നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട്. നമ്മൾ തവിയിൽ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് ഒഴുകി പോകുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇനി നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും ഇതിനെ മൂടി ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു 6 മണിക്കൂർ വെക്കാനായിട്ട് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടംപൊരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ ഇതിനെ വെച്ചിരുന്നതാണ്. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലോ ഫ്രൈങ് പാനിലോ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇടണം. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക. ആ വെള്ളത്തിൽ കൈ ഒന്ന് നന്നായിട്ട് മുക്കിയ ശേഷം ഈ ബാറ്ററിൽ നിന്ന് കുറേശ്ശെ കോരി തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം.
ഒരു ചീനച്ചട്ടി ഞാൻ ഓയിൽ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഓയിൽ ആവശ്യത്തിന് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ബാറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു ഡ്രോപ്പ് എടുത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ പൊള്ളി മുകളിലേക്ക് പൊന്തി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ആവശ്യത്തിന് ചൂടായിട്ടുണ്ടെന്ന്. നമുക്കിതിനെ ഓയിലിൽ നിന്ന് മാറ്റിക്കളയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ആ നനഞ്ഞ കൈ കൊണ്ട് ബാറ്ററിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമൊക്കെ ഒഴിക്കുമ്പോൾ ഷേപ്പ് അത്ര കറക്റ്റായിട്ട് വരത്തില്ല. അത് കുഴപ്പമില്ല. ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഇതിന് വലിപ്പം വെക്കും. അപ്പോഴേക്കിനും അത് ഒരു റൗണ്ട് ഷേപ്പൊക്കെ ആയി വന്നോളും. ഇതിപ്പോൾ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാനൊരു 3 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒന്നിനോടൊന്ന് ഒട്ടിക്കിടക്കാത്ത വിധത്തിലായിരിക്കണം നമ്മൾ ബാറ്റർ ഒഴിക്കേണ്ടത്. ഇനി ഇതിനെ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ പുറകുവശം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വെന്ത് കിട്ടത്തുമില്ല. അതുകൊണ്ട് മീഡിയം ഹീറ്റിൽ ഫ്രൈ ആക്കിയാൽ മതി. ഇത് ഓയിലിൽ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ വൺ സൈഡ് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് ബോണ്ട തയ്യാറാക്കാം. നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്താൽ വളരെ നന്നായിരിക്കും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് നേരിട്ട് ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് അതേപടി ഫോളോ ചെയ്താൽ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് ബോണ്ട തയ്യാറാക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് വലുതായിട്ടും ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ളു ഭാഗം വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതലും നല്ലത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് ഉണ്ടാക്കിയിട്ട് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാലും വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടയാണിത്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക്